ഹായ് മച്ചന്മാരെ, അപ്പം നമ്മൾ അടുത്തൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഹായ്, അപ്പോൾ സുവർണഭൂം എയർപോർട്ടിലാണുള്ളത്, ബാങ്കോക്കിലെ സുവർണഭൂം എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പുക്കറ്റാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടി ഇതാ ബോർഡിങ്ങൊക്കെ കിട്ടി, ടിക്കറ്റൊക്കെ കൈ കിട്ടി പിന്നെ വെയിറ്റ് ചെയ്യാണ്. ബോർഡിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് മച്ചാന്മാരെ, ഞാനിതാ പുക്കറ്റ് എയർപോർട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പരിസരം. ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, ബാക്ക് പാക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ സിംഗിളായിട്ടുള്ള റൂമും അല്ലെങ്കിൽ ഡോർമെറ്ററിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് റിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. ഇപ്പോൾ ഒരു 4-5 ദിവസത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് പുക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ പുക്കറ്റ് കഴിഞ്ഞിട്ട് പ്ലാനുകൾ ഒരുപാടുണ്ട്. ഇവിടെ ജെയിംസ് ബോണ്ട് ഐലൻഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐലൻഡുകളുള്ള ഏരിയ ആണിത്. ഈ പുക്കറ്റ് എന്ന് പറയുന്നത് തന്നെ പിന്നെന്താണ്, തായ്ലൻഡിലെ ഏറ്റവും വലിയ ഐലൻഡാണ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് തന്നെ കവർ ചെയ്യാനുള്ളൊരു കണ്ടീഷനിൽ വന്നാണ്. ക്രാബിയൊക്കെ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും പോകുന്നുണ്ട്. ക്രാബി, പിപ്പി ഐലൻഡ്, പിന്നെ കോയാവുനോയ്, അങ്ങനെ ഒരുപാട് ഐലൻഡുകളുണ്ട്. കുറേയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്യണം. പിന്നെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെ ഒരു ബാക്ക് പാക്കേഴ്സിൻ്റെ ഒരു ഡോർമെറ്ററിയിൽ എത്തിയിട്ടുണ്ട്. ഡോർമെറ്ററി എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു ഡോർമെറ്ററി ഒന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ടൂറിസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാലിയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്ലേസ് ഒന്ന് കാണിച്ചു തരാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു 5 സ്റ്റാർ ഇല്ലെങ്കിൽ ഒരു 3 സ്റ്റാറൊക്കെ ഉണ്ട്. ഒരു ഹോട്ടലിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ ഇത് ബെഡ്റൂം ഉണ്ട് കേട്ടോ, പിന്നെ സിംഗിൾ, ഡബിൾ, കിങ് സൈസ്, ക്വീൻ സൈസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതാ കുറച്ച് ബാക്ക് പാക്കേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇങ്ങനത്തെ ഒന്നിച്ച് വരുമ്പോഴൊക്കെ ചെറിയ പൈസക്ക് നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ താമസിക്കാൻ പറ്റിയ ഇതുപോലത്തെ പിന്നെ ഡോർമെറ്ററികളും ഉണ്ട്. രാവിലായി ആദ്യ ദിവസത്തെ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി, നല്ല ടയർഡായിരുന്നു. നല്ല യാത്രയൊക്കെ ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മളെ ചെറിയൊരു റൂമിലൊരു എക്സ്റ്റീരിയറും ഒരു ആംബിയൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ജസ്റ്റ് ചെറുതായിട്ട് നല്ല ഭംഗിയിൽ ചെറിയൊരു സ്റ്റേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. അവിടെ നല്ല ഇരുന്നിട്ട് സംസാരിക്കാനും കോഫി കുടിക്കാനൊക്കെ ഉള്ള ഒരു ലൈബ്രറി സെറ്റപ്സൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ഗസ്റ്റ് ഹൗസ്. ചെറിയൊരു മിനി റിസോർട്ട് എന്നാണ് പറയല്ലേ. അപ്പോൾ ഫ്രഷായിട്ട് ആദ്യ ദിവസം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മളുള്ളത് പുക്കറ്റ് എയർപോർട്ടിൻ്റെ പരിസരത്ത് തന്നെയാണ്. പുക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ എയർപോർട്ടിൻ്റെ പിറകു വശത്തായിട്ടൊരു ബീച്ചുണ്ട്. അവിടെ കുറച്ച് അടിപൊളി കാഴ്ചകളുണ്ട്. അതായത് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന കാഴ്ചകളുണ്ട്. അതായത് നമ്മളോട് ഭൂമിയോട് കുറേ താഴ്ന്നുകൊണ്ട് ലാൻഡ് ചെയ്യുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇവിടെ ഒരു നാഷണൽ പാർക്കുണ്ട്, സിറിനാത്ത് അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. അപ്പോൾ ആ നാഷണൽ പാർക്കിലൊന്ന് പോകണം. പിന്നെ ഈ ബീച്ചുകളുണ്ട്, 1-2 ബീച്ചുകളുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ശരിക്കും അറിയാമല്ലോ, തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ ഐലൻഡാണ് ഈ പുക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ഈ 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് നയാങ് ബീച്ച്, പിന്നെ ശ്രീനാഥ് നാഷണൽ പാർക്ക്, സിറിനാഥ്. അപ്പോൾ ഒരു നാഷണൽ പാർക്കിൻ്റെ ഒരു പരിസരം തുടങ്ങി തന്നെ പറയാം. ചെറിയൊരു മിനി ഫോറസ്റ്റൊക്കെ ഉണ്ട്. ചീവീടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. വളരെ ക്വയറ്റാണ് കേട്ടോ, ഭയങ്കര പീസ് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ നിന്നിട്ട് ഒരുപാട് ജോലിയും കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കുറച്ച്
സ്ഥലങ്ങളിൽ വരുമ്പോൾ നല്ലൊരു റീഫ്രഷാണ് ആക്ച്വലി. അപ്പോൾ ടിക്കറ്റ് എടുത്തു. നമ്മുടെ നായാങ് ബീച്ച് ആൻഡ് സെറീനാഥ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇത് ഈ ബീച്ചും ഈ പാർക്കെല്ലാം ഒരു ഇതിൻ്റെ കീഴിൽ തന്നെയാണ്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് 40 ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ചുറ്റുപാടും പരിസരങ്ങളൊക്കെ കാണാം. ജസ്റ്റ് ഒരു കാടിൻ്റെ പ്രതീതി ഉണ്ട്. ഈ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഫുക്കറ്റിലെ കുറച്ച് മേജർ സ്പോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നയാങ് ബീച്ചിൻ്റെ ഫോട്ടോ അവിടെ കാണാം. പിന്നെ മൈക്കാവ് ബീച്ച്, നൈഥോൻ ബീച്ച്, സൈക്യു ബീച്ച്, സൈക്കുൻ ബീച്ച്, കാറ്റ ഐലൻഡ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങളും ഇയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ നല്ല വലിയ പൈൻ മരങ്ങളൊക്കെ കാണാം. ബീച്ചിൻ്റെ അടുത്ത് തന്നെ കൂട്ടൻ മരങ്ങളും അതിനടുത്തൊരു കാടിൻ്റെ അടുത്തുള്ളൊരു ബീച്ച്, ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്.